നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരയവുമില്ല. എതിരാളികൾ ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാനും തയ്യാറാകുന്നില്ല. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനെ മുച്ചൂടും തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ യുദ്ധമായിരുന്നു. അതിപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു മാസം കഴിഞ്ഞിട്ടും ഇറാൻ അതിശക്തമായി പിടിച്ചു നിൽക്കുന്നു. ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഇനിയും മിസൈലുകൾ ബാക്കിയുണ്ടോ എന്നുള്ളതാണ് വലിയൊരു അങ്കലാപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇറാന്റെ ആയുധപ്പുര അതിന്റെ ശേഷി കുറഞ്ഞോ എന്നാണ് അമേരിക്കയും ഇസ്രയേൽ ചാരന്മാരും ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ചില ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടക്കും എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇറാനും അടികൊണ്ട് പുറം പൊളിഞ്ഞു നിൽക്കുകയാണ്. കാരണം അതിമാരകമായ ആക്രമണമാണ് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളാണല്ലോ തലങ്ങും വിലങ്ങും കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും കടുത്ത ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടക്കുകയാണ്. അവരുടെ ഊർജ പ്ലാന്റുകളും സാമ്പത്തിക കേന്ദ്രങ്ങളും ഒക്കെ നോക്കിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നു പോകുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തങ്ങൾ വീഴുമെന്ന് ഇറാനും അറിയാവുന്നത് കൊണ്ട് ഇറാൻ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വഴങ്ങുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കും എന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാൻ മുഖേന അമേരിക്കയുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് ഇറാൻ തത്വത്തിൽ സമ്മതം മൂളിയതായിട്ടാണ് വിവരങ്ങൾ. മേഖലയിലെ സംഘർഷങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ഇടവേളയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമാബാദിൽ മാർച്ച് 29, 30 തീയതികളിലായി നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ചേരുന്നതിന് 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ അമേരിക്കയോ ഇസ്രയേലോ സൈനിക നടപടികൾ നടത്തില്ലെന്ന് ഉറപ്പ് നൽകണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ 4 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ സുരക്ഷാ ഉറപ്പുകൾ തേടിയിട്ടുണ്ട്. രാജ്യം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ സജീവമായി ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഈ രാജ്യങ്ങളുടെ ഭൗമ രാഷ്ട്രീയ സ്വാധീനവും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര തടസ്സങ്ങളും പരിഗണിക്കുമ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇവർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചേക്കും. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമായി വിശദമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സുരക്ഷാ ഉറപ്പുകൾ ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടെ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുന്നതും. വലിയ തിരിച്ചടി ഇറാനും നേരിടുന്നുണ്ട്. ഇറാന്റെ പക്കൽ നിന്ന് ഇസ്രയേലും അമേരിക്കയും അടി മേടിച്ചു കൂട്ടുന്നുമുണ്ട്. കാരണം അമേരിക്കയുടെ വമ്പൻ കപ്പലുകളും പോർ വിമാനങ്ങളും ഒക്കെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. തിരിച്ച് ഇസ്രയേലിന്റെ ടെല്ലവീവിലേക്ക് ഉൾപ്പെടെ സാമ്പത്തിക മേഖലകളിലേക്ക് കടുത്ത ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു ചർച്ച വേണം എന്നുള്ളത് ഇരു കൂട്ടരുടെയും ആവശ്യമായതുകൊണ്ടാണ് അതിന് വഴിയൊരുങ്ങുന്നത്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ ഇറാൻ മുച്ചൂടും തകർന്നു പോകും. ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആവനാഴിയിലെ വജ്രായുധങ്ങളെല്ലാം തന്നെ ഇറാൻ പുറത്തെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയും എടുക്കാത്ത ചില ആയുധങ്ങളുണ്ട്. അത് പുറത്തേക്ക് എടുക്കില്ല. കാരണം ആ ആയുധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് കിട്ടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏകദേശം ഈ പറയുന്ന ഫത്താ മിസൈൽ ഉൾപ്പെടെയുള്ളത് പലതും ശക്തമായ മാരകായുധങ്ങൾ പലതും ഇറാൻ പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പുറത്തെടുത്തതോടുകൂടി അവരുടെ വലിയ ഒരു ആയുധ ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഇറാനും ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ നിബന്ധനകളും അവരുടെ ആവശ്യങ്ങളും ഉൾപ്പെടെ പ്രധാന വിഷയമാകും. അമേരിക്കയിൽ നിന്ന് കൃത്യമായ ഉറപ്പുകൾ വാങ്ങാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചാൽ ഉടൻ തന്നെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഇറാൻ ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ഇറാൻ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്ലാമാബാദ് ചർച്ചകളുടെ ഫലമനുസരിച്ച് മാർച്ച് 31-നും ഏപ്രിൽ 7-നും ഇടയിൽ നിർണായകമായ ഒരു നയതന്ത്ര വഴിത്തിരിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാനപരമായ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടാൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. യുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചന വരുമ്പോഴും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുമുണ്ട്.
ഒരു പ്രമുഖ ഇറാൻ പത്രമായ ടെഹ്റാൻ ടൈംസിലൂടെ രാജ്യം US-ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന വാർത്തയിൽ ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലാകും മടങ്ങിപ്പോകുക എന്ന കടുത്ത ശാസനയാണ്. പശ്ചിമേഷ്യയിലേക്ക് 10,000-ഓളം അധിക സൈനികരെ വിന്യസിക്കാൻ US ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഈ മുന്നറിയിപ്പ്. മേഖലയിൽ ഒരു കരസേന ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടി വന്നതോടുകൂടി തീരുമാനം ഇറാൻ കടുപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാറിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രയേൽ കയറി അടിച്ചത്. അതിനുശേഷം ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, ഇറാൻ തങ്ങൾ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ളൊരു വെല്ലുവിളി നടത്തിയിരുന്നു. ഇതിലൊക്കെ ഒട്ടും കീഴടങ്ങില്ല എന്ന് പറഞ്ഞ് കടുത്ത തിരിച്ചടിയുമായി ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല. ഇറാനെ മുച്ചൂടും മുടിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറൂ എന്ന് വെറിപിടിച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമാണ് കഴിയുക. പക്ഷെ ഇനി എത്ര കണ്ട് അമേരിക്കൻ വാക്കുകൾ വിശ്വസിച്ച് ഇസ്രയേൽ നിൽക്കും എന്നുള്ളതും കണ്ടറിയണം. കാരണം അമേരിക്ക കൂടുതൽ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന, ഒരു സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ചർച്ച നടക്കുമ്പോഴും ഇറാനെ ചൊടിപ്പിക്കുന്നത് എന്തെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും കൂടുതൽ ആക്രമണങ്ങൾ ഗൾഫ് മേഖലകളിലേക്ക് നടത്തും. അത് ലോക രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് US വാദിക്കുമ്പോഴും ഇറാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് പെന്റഗണിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ കാർഗ് ദ്വീപിന് സമീപം സൈനികരെ വിന്യസിക്കാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതിയിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അതിമാരകമായ ആക്രമണങ്ങളാണ് GCC രാജ്യങ്ങൾ നേരിട്ടത്. ടെഹ്റാന് നേരെ ഏറ്റവും കനത്ത ആക്രമണം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. 700-ലധികം സ്ഥലത്തേക്ക് നിർത്താതെ തീമഴ പെയ്യിച്ചു ഇസ്രയേൽ. 1551 പേര് ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. ഇറാനിൽ, പ്രത്യേകിച്ച് ടെഹ്റാന് അക്ഷരാർത്ഥത്തിൽ തീതുപ്പുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം തുടരുന്നുണ്ട്. ലബനനിൽ 3 മാധ്യമ പ്രവർത്തകരും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വഴിക്ക് ഇസ്ലാമാബാദിൽ ഈ പറയുന്ന സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആക്രമണത്തിന് ഒരു കുറവും വരുത്താതെ അതിമാരക ആക്രമണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്.